ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മീര. സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. SCERT ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, എല്ലാ സബ്ജക്റ്റിനും, ഇപ്പോൾ സയൻസിനായാലും സോഷ്യൽ സയൻസിനായാലും എല്ലാ കാര്യത്തിനും നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു 7ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിനെ മാറ്റി നിർത്തണ്ട, ജസ്റ്റ് ആ കഥയോ അതിലെ വേറെ ക്വസ്റ്റ്യൻ ആൻസറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. പകരം സിനോണിംസ്, എക്സസൈസസ്, ഏത് ഗ്രാമർ, ആ ഒരു ഗ്രാമർ കോണ്ടെക്സ്റ്റിൽ ആ ടെക്സ്റ്റിനെ കാണുന്നു, അങ്ങനെ കണ്ടുകൊണ്ട് നമുക്കും ഈ SCERT ടെക്സ്റ്റുകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്, നമുക്ക് ടോപ്പിൽ നിന്നും താഴത്തെ ക്ലാസ്സുകളിലോട്ട് പോകാം. അപ്പോൾ 10th ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10th ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ലെസൺ ആയ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. അപ്പോൾ ഈ ലെസണിലൂടെ നമുക്ക് ഈ സീരീസ് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. ഈ ബാനിയൻ ട്രീ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അല്ലേ. നമ്മളുടെ നാഷണൽ ട്രീ ആണ് അല്ലേ. ഇന്ത്യയുടെ നാഷണൽ ട്രീ ആണ് എന്ത്? ബാനിയൻ ട്രീ. ഈ ബാനിയൻ ട്രീയുടെ സയന്റിഫിക് നെയിം എന്താണ്? ഫൈക്കസ് ബംഗാലെൻസിസ്. എഴുതി വെച്ചോളുക, ഫൈക്കസ് ബംഗാലെൻസിസ്. ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നു എന്ന് മാത്രം. ഓക്കെ. അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന ഷോർട്ട് സ്റ്റോറി എഴുതിയത് ആരാണ്? റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് അറിയപ്പെടുന്നത് ഇന്ത്യൻ വില്യം വേർഡ്സ്വർത്ത് എന്നാണ്. അപ്പോൾ ഇതുകൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഈ ലെസൺ തുടങ്ങുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു 3 വരി പോയമാണ്. ഓക്കെ, ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ജാപ്പനീസ് പോയമാണത്. ഹൈക്കു എന്ന് പറയുന്നു. ഹൈക്കു. ഈ ഹൈക്കുയുടെ പ്രത്യേകത 15 സിലബിൾസ് എന്നാണ് ഇതിനെ പറയുന്നത്. 3 വരി 15 സിലബിൾസ് ഉള്ള 3 വരികളുള്ള ഒരു പദ്യത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈക്കു എന്ന് പറയുന്നത്. ഒരു ജാപ്പനീസ് ടൈപ്പ് ഓഫ് പോയമാണ്, ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് പോയമാണ്. ഓക്കെ, ജാപ്പനീസ് പോയം. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഹൈക്കു 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഹൈക്കു. ജപ്പാനുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഇനി ഈ ലെസണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിനോണിംസ് ആണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാക്കി ഗ്രാമർ സെക്ഷനിലോട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ ഈ ലെസണിലും കുറച്ച് വളരെ ടഫ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഞാൻ കണ്ടു. അപ്പോൾ ആ വേർഡ്സ് മാത്രം ഞാൻ ഇവിടെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വേർഡ് ഡെൽവിങ് ആണ്. ഡെൽവിങ് മീൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, റിസർച്ച് ചെയ്യുക, ഒരു കാര്യത്തെ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക. ഡിഗ് ഇൻടു ദ മാറ്റർ, ടു ക്യാരി ഓൺ ഇന്റൻസീവ് ആൻഡ് തറോ റിസർച്ച്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഗവേഷണം നടത്തുക എന്നൊക്കെ മീൻ ചെയ്യുന്നൊരു വാക്കാണ് എന്ത്? ഡെൽവിങ് അല്ലെങ്കിൽ ഡെൽ. ഓക്കെ, അടുത്ത വാക്ക് നോക്കുക, സ്ക്വാബ്ലിംഗ്. സ്ക്രാബിൾ എന്ന് പറയുമ്പോൾ വഴക്കടിക്കുക. കോറൽ നോയ്സ്ലി ഓവർ എ ട്രിവിയൽ മാറ്റർ. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വലിയ വഴക്കുണ്ടാക്കുക എന്ന് മീൻ ചെയ്യുന്നു. an argument over something that is not important. ഓക്കെ, ഈ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്പെല്ലിംഗ്, ആർഗ്യുമെന്റിന്റെ സ്പെല്ലിംഗ് ഒന്ന് ഓർത്തെടുക്കാം. ആർഗ്യൂയിൽ ARGUE ഉണ്ട്, പക്ഷെ ആർഗ്യുമെന്റിൽ എന്തില്ല? ഇ ഇല്ല, ARGUMENT. ഓക്കെ, എക്സ്ട്രാ ഇൻഫർമേഷൻ തരികയാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഈ സ്ക്വാബ്ലിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഫ്രേസൽ വേർബ് കൂടിയുണ്ട്. എന്താണത്? fall out. അത് എന്താണ്? ഈ മീനിങ് തന്നെ വരുന്നു. കോറൽ നോയ്സ്ലി ഓവർ എ ട്രിവിയൽ മാറ്റർ. ഓക്കെ, ബഹളം വെക്കുക, കലഹം, ലഹള എന്നൊക്കെ മീൻ ചെയ്യുന്നു. അടുത്ത വാക്ക് നോക്കുക, അഗ്രസീവ്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന വാക്കായിരിക്കും. ബിഹേവിങ് ഇൻ ആൻ ആംഗ്രി, ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പെരുമാറുന്നതിനെ അഗ്രസീവ് എന്ന് പറയുന്നു. ആക്രമിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ കാണിക്കുക, അതിനെ അഗ്രസീവ് എന്ന് പറയുന്നു. ഡിഫയൻസ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ്, ബോൾഡായി ധൈര്യത്തോടെ നേരിടുക, ഒരുതരം ധിക്കാരം എന്ന് പറയാം. എതിർപ്പ്, ധാർഷ്ട്യം, അവഹേളനം എന്നൊക്കെ മീൻ ചെയ്യുന്ന വാക്കാണ് എന്ത്? ഡിഫയൻസ്. ഓക്കെ, മെസ്മറൈസ്. നമ്മളുടെ അറ്റൻഷൻ മൊത്തം
വശീകരിച്ചെടുക്കുക, കംപ്ലീറ്റ് അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്നത്, ക്യാപ്റ്റിവേറ്റിംഗ്, സൗന്ദര്യത്തെ വർണ്ണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അറ്റൻഷൻ ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്ന, മോഹിപ്പിക്കുന്ന, വശീകരിക്കുന്ന എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് എന്ത്? മെസ്മറൈസ്. അടുത്ത നോക്കൂ, ഫെയിൻറ്റ്. FEINT സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഇതൊരു ചതിയാണ്, ഒരാളെ പറ്റിക്കുക അല്ലെങ്കിൽ ഒരു വ്യാജമായ ഒരു അറ്റാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇയാളെ അടിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ആക്ട് ഓഫ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത് സ്പോർട്സിലും മിലിറ്ററി അങ്ങനെ ഒരു സെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഫെയിൻറ്റ്, FEINT. ഓക്കെ, അടുത്ത നോക്കുക, ഹേർഡ്. ഹേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും വലിച്ചെറിയുക, വലിച്ചെറിയുക എന്ന് മീൻ ചെയ്യുന്നു, വീശിയെറിയുക എന്ന് മീൻ ചെയ്യുന്നു. അതായത് സേ സംതിങ് ഫോഴ്സ്ഫുള്ളി, ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയുക എന്നൊരു മീനിങ് കൂടിയുണ്ട്. അല്ലെങ്കിൽ ദേഷ്യത്തോടെ എറിയുക, ത്രോ വയലന്റ്ലി. ഓക്കെ, വയലൻസിനെ ഷോ ചെയ്യുന്ന ഒരു വേർഡാണ് ഹേർഡ്. ഓക്കെ, ഹേർഡ്, വലിച്ചെറിയുക. ഓക്കെ, ഗ്ലിസൻറ്റ്, ഗ്ലിസൻറ്റ്, ഗ്ലിസറിങ്, ഗ്ലിസൻറ്റ്, ഷൈൻ, ഷൈനുമായിട്ട് റിലേറ്റഡ് ആണ്, തിളക്കം. ഓക്കെ, സ്പാർക്ലിംഗ് ലൈറ്റ് എന്നൊക്കെ മീൻ ചെയ്യുന്നു, ശോഭ എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് എന്ത്? ഗ്ലിസൻറ്റ്. അടുത്ത വാക്ക് നോക്കുക, റിത്ത്. മേക്ക് ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്, മേക്ക് ട്വിസ്റ്റിംഗ് മൂവ്മെന്റിനെയാണ് റിത്ത് എന്ന് പറയുന്നത്. റിഗിൾ, ഈ മീനിനെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ, മീനിനെ എടുത്ത് നമ്മളൊന്ന് കരയിലിട്ടു എന്ന് വിചാരിക്കുക, അത് റിഗിൾ ചെയ്യും, പിടയ്ക്കും, അല്ലെ, പുളയും, പുളയുക എന്നൊക്കെ പറയുന്നു. ഓക്കെ, റിഗിൾഡ്, റിഗിൾ. ഓക്കെ, അതാണ് എന്ത്? റിത്ത് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയിൽ നമുക്ക് ആവശ്യം ഈ വാക്കുകൾ മാത്രമാണ്. ഈ വാക്കുകളുടെ മീനിങ് നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നമുക്കൊരു 10 വാക്കില്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കുമായിട്ടുള്ള ബന്ധം ഈ വാക്കുകൾക്കും ഈ ഗ്രാമർ കോണ്ടെക്സ്റ്റിനും മാത്രമാണ്. അപ്പോൾ നമ്മളിത് പഠിച്ചിരിക്കുന്നു, പുതിയ വാക്കുകൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. എക്സസൈസിൽ നമ്മുടെ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തൊരു എക്സസൈസ് കണ്ടു. 10 ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നമുക്കൊരു വർക്കൗട്ട് പോലെയാകും. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്. മോസ്റ്റ്ലി നമ്മൾ കുറേ ക്ലാസ്സുകളിലും എല്ലാം കണ്ട് പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കൊന്ന് നോളേജ് ചെക്ക് ചെയ്യാം. ഇനി അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു യൂസേജ്, എങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ എക്സസൈസിലൂടെ നമുക്കത് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോ അതർ ബേർഡ് ഈസ് ആസ് ഡാഷ് ആസ് ദി ക്രോ. ആസ് ഡാഷ് ആസ് ദി ക്രോ. ആസ് ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഇത് പോസിറ്റീവ് ഡിഗ്രിനെ സൂചിപ്പിക്കുന്ന ആസ് ഡാഷ് ആസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്ലെവർ ആണ് ഓപ്ഷനിലുള്ളത്. ക്ലെവർ, പോസിറ്റീവ് ഡിഗ്രി ക്ലെവർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ആസ് വരികയാണെങ്കിൽ അത് പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവിൻ്റെ പോസിറ്റീവ് ഡിഗ്രി, പോസിറ്റീവ് കമ്പാരിസൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലെവർ. നോ അതർ ബേർഡ് ഈസ് ആസ് ക്ലെവർ ആസ് ദി ക്രോ. ഓക്കെ, മനസ്സിലായല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഗ്രേ മംഗൂസ് വാസ് ഡാഷ് ദാൻ ദി കോബ്ര. ഓക്കെ, ഇവിടെ നമ്മളുടെ ക്ലൂ ആണ് ദാൻ. ഈ ദാൻ വെച്ച് നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ്? കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്ലി കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ഡിഗ്രി അല്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ല, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ദാൻ വന്നിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നു, രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുന്നു, രണ്ട് ആനിമൽസിനെ കമ്പയർ ചെയ്യുന്നു അല്ലേ? ഗ്രേ മംഗൂസും ഇവിടെ കോബ്രയും. അപ്പോൾ അഗ്രസീവ് ആണ് ഇവിടെ പോസിറ്റീവ് അല്ലെങ്കിൽ ബേസ് വേർഡ്. അഗ്രസീവിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ആയ മോർ അഗ്രസീവ് ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരിക. The grey mongoose was more aggressive than the cobra. Okay, the grey mongoose was more aggressive than the cobra. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. The banyan tree was the dash place on the road. Was the dash place on the road. ഇവിടെ നമ്മൾ ഏത് ഡിഗ്രി യൂസ് ചെയ്യും, എങ്ങനെ മനസ്സിലാക്കും ഏത് ഡിഗ്രി യൂസ് ചെയ്യണമെന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനത് മാറ്റിത്തരാം. ഇവിടെ നമുക്ക് ചിലപ്പോൾ പോസിറ്റീവ് ഡിഗ്രി നമ്മൾ കമ്പാരിറ്റീവ് യൂസ് ചെയ്യില്ല, കാരണം കമ്പാരിസൺ ഇല്ല.
പക്ഷേ പോസിറ്റീവ് വേണോ അതോ സൂപ്പർലെറ്റീവ് വേണോ എന്ന കൺഫ്യൂഷൻ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ടിപ്സിൽ, അതായത് ടിപ്സിൻ്റെ സീരീസിൽ ഈ ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് ഇവിടെ സൂപ്പർലെറ്റീവ് ഡിഗ്രി വരികയാണെങ്കിൽ അതിനു മുമ്പ് ഏത് ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും? ദ എന്ന ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ദി ബാനിയൻ ട്രീ വാസ് ദ ഡാഷ് പ്ലേസ് ഓൺ ദി എർത്ത്. അപ്പോൾ ദ വന്നത് കാരണം നമുക്ക് എന്തറിയാം? ഇവിടെ സൂപ്പർലെറ്റീവ് ഡിഗ്രി തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ നോയ്സിന്റെ സൂപ്പർലെറ്റീവ് ഡിഗ്രി ആയ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദി റോഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? സൂപ്പർലെറ്റീവ് ഡിഗ്രി ഇതിന്റെ മുമ്പ് എന്ത് വരുന്നു? ദ, ആർട്ടിക്കിൾ ദ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദി കോബ്ര വാസ് എ ഡാഷ് ഫൈറ്റർ. ഇവിടെയും നമുക്ക് ആ കൺഫ്യൂഷൻ, നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ തന്നെ വരും. നമുക്ക് കമ്പാരിറ്റീവ് കൺഫ്യൂഷൻ വരില്ല, ബിക്കോസ് കമ്പാരിസൺ അവിടെ ഇല്ല. പക്ഷേ പോസിറ്റീവ് ആണോ സൂപ്പർലെറ്റീവ് ആണോ എന്ന കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും വന്നേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കുക, ദി കോബ്ര വാസ് എ ദായല്ല, സൂപ്പർലെറ്റീവ് വരില്ല. ഓക്കെ, എ ആണ്. അപ്പോൾ സ്കിൽഫുൾ പോസിറ്റീവ് ഡിഗ്രി കൊടുക്കുക. ദി കോബ്ര വാസ് എ സ്കിൽഫുൾ ഫൈറ്റർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദി ഈവനിങ് വാസ് ഡാഷ് ദാൻ ദി മോർണിംഗ്. ദാൻ വന്നിട്ടുണ്ട്, കമ്പാരിസൺ ഉണ്ട്, ഈവനിങ് മോർണിംഗിനെ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഹോട്ടർ, ഹോട്ടിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഹോട്ടർ. ഇ ആർ ചേർത്ത് വരുമ്പോൾ ആണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി മോസ്റ്റ്ലി ഫോം ചെയ്യുന്നത്, അല്ലേ? നമുക്കതറിയാം. അപ്പോൾ ഹോട്ടർ. ഇനി അടുത്ത് നോക്കൂ. ദി മൈന വാസ് ആസ് ഡാഷ് ആസ് ദി ക്രോ. ആസ് ഡാഷ് ആസ് ദി ക്രോ. ഇവിടെ ആസ് ആണ് വന്നിരിക്കുന്നത്. ആസ് വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് പോസിറ്റീവ് ഡിഗ്രി ആൻഡ് ദ പോസിറ്റീവ് സെൻസിലുള്ള വേർഡ് ഏതാണ് ഇവിടെ? കണ്ടെന്റഡ്. ആസ് കണ്ടെന്റഡ് ആസ് ദി ക്രോ. അടുത്തത് നോക്കുക. ഇറ്റ് വാസ് ദ ഡാഷ് ഫൈറ്റ് ഓഫ് ദി സ്നേക്ക് വിത്ത് ദ മംഗൂസ്. ദ ഡാഷ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം കമ്പാരിറ്റീവ് അല്ല, പോസിറ്റീവ് ആണോ സൂപ്പർലെറ്റീവ് ആണോ എന്ന കൺഫ്യൂഷൻ നിലനിൽക്കുന്നു. പക്ഷേ നമ്മളിവിടെ നോക്കിയപ്പോൾ ഇറ്റ് വാസ് ദ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഏതാണെന്ന് അറിയാം. എന്താണ്? വേഴ്സ്റ്റ്. ഓക്കെ, വേഴ്സ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. It was one of the dash vacations the boy had. It was one of the dash vacation. അപ്പോൾ ഇവിടെയും സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം വൺ ഓഫ് ദ എന്ന് കൊടുത്തിരിക്കുന്നു, അപ്പോൾ ദ അൺഫോർഗെറ്റബിൾ. ഇറ്റ് വാസ് വൺ ഓഫ് ദി അൺഫോർഗെറ്റബിൾ വെക്കേഷൻസ് ദി ബോയ് ഹാഡ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഗ്രാൻഡ് ഫാദർ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദി ഫാമിലി. അപ്പോൾ സൂപ്പർലെറ്റീവ് ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ദാ വന്നത് കാരണം നമ്മളിവിടെ സൂപ്പർലെറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നു. കൂടാതെ ഓൾഡ്, ഇവിടെ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓൾഡിന് ഓൾഡർ, ഓൾഡസ്റ്റ്, കൂടാതെ എൽഡർ, എൽഡസ്റ്റ് കൂടി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് എൽഡസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എൽഡസ്റ്റ് യൂസ് ചെയ്യാം. ഗ്രാൻഡ് ഫാദർ ഈസ് ദി എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദി ഫാമിലി. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. The mongoose dated in as dash as the cobra. As dash as. പോസിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യണമെന്ന് അറിയാലോ. as കോമ്പിനേഷൻ വന്നിരിക്കുന്നു. അപ്പോൾ swiftly. The mongoose dated in as swiftly as the cobra. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെസണിൽ നിന്നുള്ള PSCയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ വരാവോ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. അതായത് ബേസിക്കലി സിനോണിംസ് അല്ലെങ്കിൽ ഗ്രാമർ സെക്ഷൻ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ക്ലാസ്സിൻ്റെയും ഇതുപോലെ അടുത്ത ഓരോരോ ക്ലാസ്സിൻ്റെയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.